കറണ്ട് അഫയേഴ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കറണ്ട് അഫയേഴ്സ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. കറണ്ട് അഫയേഴ്സ് പറഞ്ഞാൽ പ്രധാനമായിട്ട് ചോദിക്കും എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൽ നിന്ന് മാത്രമാണ് തിരഞ്ഞെടുത്ത് ഇവിടെ ഇടുന്നത്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് പോകാം. 2025 മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായത് ആരാണ്? 2025 മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായത് ആരാണ്? ജോയ് മല്യ ബാഗ്ചിയാണ്. 2025 മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ ആരാന്ന് ചോദിച്ചാൽ ജോയ് മല്യ ബാഗ്ചിയാണ്. 2025 മാർച്ചിൽ ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ചത് അവനഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിനാണ്. 2025 മാർച്ചിൽ ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ചത് അവനഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ എം ഷാജറാണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ എം ഷാജറാണ്. റെയിൽവേ ഭേദഗതി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2025 മാർച്ച് 10-നാണ്. ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റെയിൽവേ ഭേദഗതി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2025 മാർച്ച് 10-നാണ്. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപീച്ച്മെൻറ്റ് നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമിയാണ്. ഇംപീച്ച്മെൻറ്റ് നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമി. ഇംപീച്ച്മെൻറ്റ് നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജിയും വി രാമസ്വാമിയാണ്. 2025 പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് വേദി എവിടെയെന്ന് വെച്ചാൽ ന്യൂഡൽഹിയാണ്. 2025 പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ്. സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ നെല്ലി വരുന്നത് തിരുവനന്തപുരത്താണ്. സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ നെല്ലി വരുന്നത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ്. 2024 ബുക്കർ പ്രൈസ് ജേതാവ് സമന്ത ഹാർവേയാണ്. ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. 2024 ബുക്കർ പ്രൈസ് ജേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമന്ത ഹാർവേയാണ്. ആഗോള ഭീകരവാദ സൂചിക പ്രകാരം 2025 ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ബുർക്കിനോ ഫാസോ ആണ്. ആഗോള ഭീകരവാദ സൂചിക പ്രകാരം 2025 ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ബുർക്കിനോ ഫാസോ ആണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ചോദിക്കും എന്ന് ഉറപ്പുള്ളത് മാത്രം. അപ്പോൾ ഇത് 4ാമത്തെ ക്ലാസ്സാണ്. ഇനി 5ാമത്തെ ക്ലാസ്സിൽ അതിലും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തും. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സിന് 10 മാർക്കും ചോദിക്കുന്നതിനും ഒരു 8 മാർക്കെങ്കിലും കിട്ടാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിലുള്ളത്. 10 കിട്ടും, എന്നാലും 8 എന്ന് പറഞ്ഞതേ ഉള്ളൂ. ശരി.